നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്കായ് 4 ആദ്യ പാഠഭാഗമായ നൻഹ ഉല്ലു എന്ന കഥയെക്കുറിച്ചാണ്. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യൂണിറ്റിൻ്റെ തുടക്കമൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2 വരി കവിത കൊടുത്തിട്ടുണ്ട്. പ്രാചീന ഹിന്ദി കവിയായ കബീർദാസിൻ്റെ വരികളാണിത്. പോതി പടി പടി ജിക്മുവ പണ്ഡിറ്റ് ബയ ന കോയ് ഡായി ആക്ഷർ പ്രേം കാ പടോസോ പണ്ഡിത് ഹോയ്. പ്രസിദ്ധ പ്രാചീന ഹിന്ദി കവിയായ കബീർദാസിൻ്റെ വരികളാണിത്. സകലതിനും അടിസ്ഥാനം സ്നേഹമാണ് എന്ന സന്ദേശമാണ് കവി നൽകുന്നത്. ഈ വരികളുടെ അർത്ഥം ഇതാണ്: പോത്തി പടി പടി ജിക്മുവ പണ്ഡിറ്റ് ബയാന കോയ്. വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ച് ലോകം ഉറങ്ങിപ്പോയി, ആരും പണ്ഡിതരായില്ല. ഡായി ആച്ചർ പ്രേം കാ പടോസോ പണ്ഡിത് ഹോയ്. ആരാണോ സ്നേഹം എന്ന വാക്കിൻ്റെ 2 അക്ഷരങ്ങളുടെ അർത്ഥം പഠിപ്പിക്കുന്നത്, അവൻ പണ്ഡിതനാകുന്നു. ഇതിൻ്റെ താഴെയായി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചിത്രമേ ക്യാ ക്യാ ഹേ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചിത്രമേ ക്യാ ക്യാ ഹേ. ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത്? ചിത്രമേ ഏക് ലഡ്ക, ഒരു ആൺകുട്ടിയുണ്ട്. പേട് മരമുണ്ട്. പേട് കെ കോട്ടർ മേ ഏക് ഉല്ലു, മരത്തിൻ്റെ പൊത്തിൽ ഒരു മൂങ്ങ. നീച്ചെ പത്തർ പർ ഏക് ചിടിയ, താഴെ കല്ലിന് മുകളിൽ ഒരു പക്ഷിയുണ്ട്. ആദി ഹേ, മുതലായവയുണ്ട്. ലഡ്ക ഓർ ഉല്ലു ബാത്തേം കർ രഹേ ഹേ, ആൺകുട്ടിയും മൂങ്ങയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദോനോं के बीच प्यार का भाव है, 2 പേർക്കുമിടയിൽ സ്നേഹഭാവമാണ്. പാഠഭാഗത്തിലേക്ക് പോകാം. പാഠത്തിൻ്റെ പേരാണ് നൻഹ ഉല്ലു. നൻഹ ചെറിയ, ഉല്ലു മൂങ്ങ. അമ്മ മൂങ്ങയും കുഞ്ഞു മൂങ്ങയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന കഥയാണ് നൻഹ ഉല്ലു. സ്നേഹം അളക്കാൻ കഴിയില്ലെന്നും എണ്ണാൻ കഴിയില്ലെന്നും ഈ കഥയിലൂടെ മനസ്സിലാക്കാം. പാഠഭാഗം വായിച്ച് അർത്ഥം പറയാം. जब वह 2 साल का हो गया तो नन्हे उल्लू ने सवाल पूछना शुरू किया. 2 വയസ്സായപ്പോൾ മുതൽ കുഞ്ഞുമൂങ്ങ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. 2 സാൽ വർഷം, സവാൽ ചോദ്യം, പൂച്ചന ചോദിക്കുക. പൂരി രാത് വഹ് അപ്നി അമ്മ കെ സംഗ് സിതാരോं के नीचे बैठा रहता. രാത്രി മുഴുവൻ അവൻ അവൻ്റെ അമ്മയോടൊപ്പം നക്ഷത്രങ്ങൾക്ക് കീഴെ ഇരിക്കുമായിരുന്നു. പൂരി മുഴുവൻ, രാത് രാത്രി, സംഗ് കൂടെ. ആസ്മാൻ മേ കിത്തനെ സിതാരെ ഹേ, ഉസ്നെ ഏക് രാത് അമ്മ സെ പൂച്ച. അവൻ ഒരു ദിവസം ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? ഒരു രാത്രി അവൻ അമ്മയോട് ചോദിച്ചു. ആസ്മാൻ മേ കിത്തനെ സിതാരെ ഹേ, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? ഉസ്നെ ഏക് രാത് അമ്മ സെ പൂച്ച, ഒരു രാത്രി അവൻ അമ്മയോട് ചോദിച്ചു. ആസ്മാൻ ആകാശം, സിതാരെ നക്ഷത്രം. ബഹുത്ത് സെ, അമ്മാനെ ജവാബ് ദിയ. ബഹുത്ത് സെ വളരെ അധികം, ബഹുത്ത് വളരെ. അമ്മാനെ ജവാബ് ദിയ, അമ്മ മറുപടി പറഞ്ഞു. ജവാബ് ഉത്തരം, മറുപടി. കിത്തനെ, നൻഹെ ഉല്ലുനെ ആസ്മാൻ കി ഓർ ദേഖത്തെ ഹുയെ പൂച്ച. എത്ര? കുഞ്ഞുമൂങ്ങ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉസ്കി അമ്മ മുസ്കുരാനെ ലഗി, അവൻ്റെ അമ്മ പുഞ്ചിരിക്കാൻ തുടങ്ങി. മുസ്കുരാന പുഞ്ചിരിക്കുക. തും ഗിൻകർ ദേഖ് ലോ, നീ എണ്ണി നോക്കൂ. ഗിന്ന എണ്ണുക. 1 2 3 4, 1 2 3 4. 101 102 101 102. ജബ് സൂരജ് നിക്കല നൻഹ ഉല്ലു തബ് ബി ഗിൻ രഹാ താ. സൂര്യൻ ഉദിച്ചു വരുന്നത് വരെ കുഞ്ഞുമൂങ്ങ എണ്ണിക്കൊണ്ടേയിരുന്നു. 1001 1002 1001 1002. കിത്തനെ സിത്താരെ ഹേ ആസ്മാൻ മേ, എത്ര നക്ഷത്രങ്ങളുണ്ട് ആകാശത്തിൽ? അമ്മാനെ നൻഹെ ഉല്ലു സെ പൂച്ച, അമ്മ കുഞ്ഞുമൂങ്ങയോട് ചോദിച്ചു. ഇത്തനേക്ക് മേ ഗിൻ ബി നഹി സക്ത, എനിക്ക് എണ്ണാൻ കഴിയാത്ത അത്രയും. ഇവിടെ എന്താ? അമ്മ
എണ്ണാൻ പറഞ്ഞതനുസരിച്ച് കുഞ്ഞുമൂങ്ങ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4 അങ്ങനെ എണ്ണി 1001, 1002 ഒക്കെ ആയി. നേരം പുലർന്നു. എന്നിട്ടും അവൻ എണ്ണി കഴിഞ്ഞില്ല. അപ്പം അമ്മ അവനോട് ചോദിച്ചു, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? അപ്പം അവൻ എന്ത് മറുപടിയാണ് പറഞ്ഞത്? എനിക്ക് എണ്ണാൻ കഴിയാത്ത അത്രയും അല്ലേ. ആകാശത്തെ നക്ഷത്രങ്ങളെ എണ്ണി തീരൂല അല്ലേ. അത്രയ്ക്ക് നക്ഷത്രങ്ങളാണ് ഉള്ളത് ആകാശത്ത്. അപ്പോൾ കുഞ്ഞുമൂങ്ങ മറുപടി പറഞ്ഞു, എനിക്ക് എണ്ണാൻ കഴിയാത്തത്രയും നക്ഷത്രങ്ങളാണ് ആകാശത്തുള്ളത്. അടുത്ത വരി വായിക്കാം. നൻഹെ ഉല്ലൂനെ പൽക്കേം ചപ്കാത്തെ ഹുയെ കഹാ और अपना सिर पंगों में छिपाकर जड़ से सो गया. കുഞ്ഞുമൂങ്ങ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് പറയുകയും തല ചിറകുകളിൽ ഒളിപ്പിച്ച് വളരെ വേഗം ഉറങ്ങുകയും ചെയ്തു. പൽക്കേം കൺപോളകൾ, ചപ്കാന ചിമ്മുക, സിർ തല, പങ്ക് ചിറക്, ചിപ്പാന ഒളിപ്പിക്കുക, ജഡ് പെട്ടെന്ന്, സോന ഉറങ്ങുക. കുഞ്ഞുമൂങ്ങ ഇതും പറഞ്ഞുകൊണ്ട് കണ്ണുകൾ ചിമ്മിക്കൊണ്ട് പറയുകയും തല ചിറകുകളിൽ ഒളിപ്പിച്ച് വളരെ വേഗം ഉറങ്ങുകയും ചെയ്തു. അഗലി രാത് നൻഹെ ഉല്ലൂനെ ഏക് ബാർ ഫിർ ആസ്മാൻ കി ഓർ ദേഖ. അടുത്ത രാത്രിയിൽ കുഞ്ഞുമൂങ്ങ ഒരു തവണ കൂടി ആകാശത്തേക്ക് നോക്കി. അമ്മ ആസ്മാൻ കിത്തന ഊഞ്ചാ ഹെ. അമ്മേ, ആകാശം എത്ര ഉയരത്തിലാണ്? ബഹുത്ത് ഊഞ്ച, വളരെ ഉയരത്തിൽ. അഗ്ലി രാത് നൻഹെ ഉല്ലൂനെ ഏക് ബാർ ഫിർ ആസ്മാൻ കി ഓർ ദേഖ. അടുത്ത ദിവസം രാത്രിയിൽ കുഞ്ഞുമൂങ്ങ ഒരു തവണ കൂടി ആകാശത്തേക്ക് നോക്കി. നോക്കിയിട്ട് എന്താ ചോദിച്ചത്? അമ്മ ആസ്മാൻ കിത്തന ഊഞ്ചാ ഹേ. അമ്മേ, ആകാശം എത്ര ഉയരത്തിലാണ്? അപ്പം മറുപടി എന്താ പറഞ്ഞത് അമ്മ? ബഹുത്ത് ഊച്ച, വളരെ ഉയരെ. അഗ്ലി അടുത്ത, ബാർ തവണ, ഊച്ച ഉയരത്തിലുള്ള. കിത്തന ഊഞ്ച നൻഹെ ഉല്ലൂന് ഫിർ പൂച്ച. എത്ര ഉയരെ? കുഞ്ഞുമൂങ്ങ വീണ്ടും ചോദിച്ചു. ജാവോ ജാക്കർ ദേഖ്ലോ അമ്മാനെ കഹ. അപ്പം എന്താ മറുപടി പറഞ്ഞത് അമ്മ? ജാവോ പോകൂ, ജാക്കർ ദേഖ്ലോ പോയി നോക്കൂ, അമ്മാനെ കഹ അമ്മ പറഞ്ഞു. तो नन्हा उल्लू ऊपर आसमान में उड़ा, अपने पेड़ से बहुत ऊपर, वह बादलों से ऊपर उड़ रहा था. അപ്പോൾ കുഞ്ഞുമൂങ്ങ ഉയരെ ആകാശത്തിലൂടെ പറന്നു. അതിൻ്റെ മരത്തിൽ നിന്നും വളരെ ഉയരത്തിൽ. അവൻ മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്നുകൊണ്ടേയിരുന്നു. ഊഞ്ച ഉയരത്തിലുള്ള, ഉടന പറക്കുക, ബാദൽ മേഘം. ലേക്കിൻ വഹ് ജിത്തന ഊപ്പർ ജാത്ത ആസ്മാൻ ഓർ ബി ഊപ്പർ ചലാ ജാത്ത. എന്നാൽ അത് എത്രത്തോളം മുകളിലേക്ക് പോകുന്നു അത്രത്തോളം ആകാശവും മുകളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. तो कितना ऊंचा है आसमान, അമ്മാനെ പൂച്ച. എങ്കിൽ എത്ര ഉയരെയാണ് ആകാശം? അമ്മ ചോദിച്ചു. ഇത്തന ഊഞ്ചാ കി മേ ഉഡ്കർ പൗഞ്ച് ഹി നഹി സക്താ, നൻഹെ ഉല്ലൂനെ ജവാബ് ദിയ. അപ്പം എന്താ നൻഹ ഉല്ലു കുഞ്ഞുമൂങ്ങ മറുപടി പറഞ്ഞത്? तो कितना ऊंचा है आसमान, അമ്മാനെ പൂച്ച. എത്ര ഉയരത്തിലാണ് ആകാശം എന്ന് അമ്മ ചോദിച്ചപ്പോൾ മറുപടിയായി കുഞ്ഞുമൂങ്ങ എന്താണ് പറഞ്ഞത്? ഇത്തന ഊഞ്ചാക്കി മേ ഉടുക്കർ പൗഞ്ച് ഹി നഹി സക്ത. എനിക്ക് പറന്നെത്താൻ കഴിയാത്ത അത്ര ഉയരെയാണ് ആകാശം എന്നാണ് കുഞ്ഞുമൂങ്ങ മറുപടി നൽകിയത്. ഫിർ ഉസ്നെ അപ്നി ആങ്കെ ബന്ദ് കീ ഓർ ജഡ് സെ സോ ഗയാ. പിന്നീട് എന്താ കുഞ്ഞുമൂങ്ങ ചെയ്തത്? കുഞ്ഞുമൂങ്ങ പിന്നീട് തൻ്റെ കണ്ണുകളടച്ച് അതിവേഗം ഉറങ്ങിപ്പോയി. അഗലി രാത് നൻഹെ ഉല്ലൂനെ സമുദ്ര കി ലഹരോं की ആവാസ് സുനി. അടുത്ത ദിവസം രാത്രി കുഞ്ഞുമൂങ്ങ സമുദ്രത്തിൻ്റെ തിരമാലകളുടെ ശബ്ദം കേട്ടു. ലഹർ തിരമാല, ആവാസ് ശബ്ദം, സുന്ന കേൾക്കുക. സമുദ്രമേ കിത്തിനി ലഹരേം ഹേ, ഉസ്നെ അമ്മ സെ പൂച്ച. സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ട്? അവൻ അമ്മയോട് ചോദിച്ചു. ബഹുത്ത് സി, വളരെ അധികം. അമ്മ ബോലി. അമ്മ എന്താ മറുപടി പറഞ്ഞത്? ഒരുപാട്, വളരെയധികം തിരമാലകളുണ്ട്. കിത്തിനി. അപ്പോൾ വീണ്ടും കുഞ്ഞുമൂങ്ങ ചോദിക്കുകയാണ്, എത്ര? നൻഹെ ഉല്ലൂന് ഫിർ പൂച്ച. നൻഹ ഉല്ലു ചെറിയ മൂങ്ങ വീണ്ടും ചോദിച്ചു. ജാവോ ജാക്കർ ഗില്ലോ. അപ്പം അമ്മ മറുപടി എന്താ പറഞ്ഞത്? അമ്മാനെ ജവാബ് ദിയ. അമ്മ മറുപടി പറഞ്ഞു, പോകൂ, പോയി നീ എണ്ണി നോക്കൂ. നൻഹ ഉല്ലു ഉടുക്കർ സമുദ്രക്ക് കിനാരെ ആ പഹുഞ്ച. നൻഹ ഉല്ലു ഉയരത്തിൽ പറന്ന് എവിടെ എത്തി? സമുദ്രക്ക് കിനാരെ ആ പഹുഞ്ച, സമുദ്രത്തിൻ്റെ തീരത്ത് എത്തിച്ചേർന്നു. വഹ ഗിനിനെ ലഗ, അവൻ എണ്ണാൻ തുടങ്ങി. ഏക്, ദോ, തീൻ,
11, 12, 13 അങ്ങനെ അങ്ങനെ അവൻ എണ്ണാൻ തുടങ്ങി. 1001, 1002, 1001, 1002 അങ്ങനെ എണ്ണിക്കൊണ്ടേയിരുന്നു. और जब सूरज निकला तो उसने देखा कि समुद्र अब भी लहरों से भरा हुआ था. സൂര്യൻ ഉദിച്ചിട്ടും സമുദ്രത്തിൽ തിരമാലകൾ വന്നുകൊണ്ടേയിരുന്നു. വഹ അമ്മ കെ പാസ് ലോട്ട് ആയ, അവൻ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് ചെന്നു. തോ കിത്തിനി ലഹരേ ഹേ സമുദ്രമേ, അമ്മാനെ പൂച്ച, അമ്മ ചോദിച്ചു, എത്ര തിരമാലകളുണ്ട് സമുദ്രത്തിൽ? ഇത്തിനി കി മേ ഗിൻ ഭി നഹി സക്ത, നൻഹ ഉല്ലു ആങ്കി മിച്മിച്ചാത്തെ ഹുയെ ബോല. എനിക്ക് എണ്ണാൻ കഴിയാത്ത അത്രയും. നൻഹ ഉല്ലു, കുഞ്ഞുമൂങ്ങ എങ്ങനെയാണ് പറഞ്ഞത്? കണ്ണുകൾ അടയ്ക്കുക. ആങ്കി മിച്മിച്ചാന, കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് എണ്ണാൻ കഴിയാത്ത അത്രയും തിരമാലകളുണ്ട് സമുദ്രത്തിൽ. ബരാഹുവ, നിറഞ്ഞത്. പാസ്, അടുത്ത്. ലോട്ടന, മടങ്ങി വരുക. ആങ്കെ മിച്മിച്ചാന, കണ്ണുകൾ അടയ്ക്കുക. अगली रात नन्हे उल्लू ने अपनी अम्मा से पूछा, समुद्र कितना गहरा है? അടുത്ത ദിവസം രാത്രി നൻഹ ഉല്ലു, കുഞ്ഞിമൂങ്ങ, വീണ്ടും അമ്മയോട് ചോദിക്കുകയാണ്, സമുദ്രത്തിന് എത്ര ആഴമുണ്ട്? ഗഹര, ആഴം. ബഹുത്ത് ഗഹര, അമ്മ ബോലി, വളരെ ആഴമുണ്ട്, അമ്മ മറുപടി പറഞ്ഞു. കിത്തന ഗഹര, എത്ര ആഴം? നൻഹ ഉല്ലൂനെ പൂച്ച, നൻഹ ഉല്ലു ചോദിച്ചു. അമ്മ ആസ്മാൻ കി ഓർ ദേഖ്നെ ലഗി, അമ്മ ആകാശത്തേക്കു നോക്കാൻ തുടങ്ങി. ലഗ്ഭഗ് ഉത്തന ഹി ഗഹര ഹെ ജിത്തന ഊഞ്ച ആസ്മാൻ ഹെ, അമ്മ ബോലി. ആകാശം എത്ര ഉയരെയാണോ ഏകദേശം അത്ര തന്നെ ആഴമുള്ളതാണെന്ന് അമ്മ മറുപടി പറഞ്ഞു. ലഗ്ഭഗ്, ഏകദേശം. നൻഹ ഉല്ലു ഊപ്പർ ദേഖ്നേലേക്ക, കുഞ്ഞുമൂങ്ങ മുകളിലേക്ക് നോക്കാൻ തുടങ്ങി. വഹ പൂരി രാത് പേട് പർ ബൈഠാ രഹാ, അവൻ രാത്രി മുഴുവൻ മരത്തിലിരുന്നു. ആസ്മാൻ ഓർ സിത്താരോं के बारे में सोचता रहा, ആകാശത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടേയിരുന്നു. സോച്ചന, ചിന്തിക്കുക. സമുദ്ര ഓർ ലഹരോं के बारे में सोचता रहा, സമുദ്രത്തെക്കുറിച്ചും തിരമാലകളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടേയിരുന്നു. जो भी उसने अम्मा से सीखा था उसके बारे में सोचता रहा, എന്താണോ അവൻ അമ്മയിൽ നിന്ന് പഠിച്ചത് അതിനെക്കുറിച്ചും അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. സീഖ്ന, പഠിക്കുക. जैसे ही सूरज निकला नन्हा उल्लू अम्मा की ओर मुड़ा और बोला, मैं तुमसे प्यार करता हूँ अम्मा. സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ കുഞ്ഞുമൂങ്ങ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു. മൂടുന, തിരിയുക. പ്യാർ കർണ, സ്നേഹിക്കുക. കിത്തന, അമ്മാനെ പൂച്ച, എത്രത്തോളം? അമ്മ ചോദിച്ചു. ബഹുത്ത്, നൻഹ ഉല്ലു ബോല, വളരെ, കുഞ്ഞുമൂങ്ങ പറഞ്ഞു. നൻഹെ ഉല്ലൂനെ ഏക് പൽ സോച്ച ഓർ അമ്മാ കെ ഗലെ ലഗ് ഗയാ, കുഞ്ഞുമൂങ്ങ ഒരു നിമിഷം അമ്മയെ കെട്ടിപ്പിടിച്ചു. പൽ, നിമിഷം. ഗലെ ലഗാന, ആലിംഗനം ചെയ്യുക. ആസ്മാൻ ജിത്തന ഊഞ്ചാ ഹെ ഓർ സമുദ്ര ജിത്തന ഗഹര, मैं तुमसे उतना प्यार करता हूँ അമ്മ. കുഞ്ഞുമൂങ്ങ മറുപടി പറയുകയാണ്, ആകാശം എത്രത്തോളം ഉയരെയാണോ സമുദ്രം എത്രത്തോളം ആയമേറിയതാണോ അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അമ്മേ എന്നാണ് കുഞ്ഞുമൂങ്ങ അമ്മയോട് മറുപടി പറഞ്ഞത്. അമ്മാനെ നൻഹെ ഉല്ലുക്കു ഡാപ് ലിയ, അമ്മ കുഞ്ഞുമൂങ്ങയെ ചിറകുകൾ കൊണ്ട് പൊതിഞ്ഞു. ഡാപ്ന, കെട്ടിപ്പിടിക്കുക. തും കിത്തനി ബാർ ഗലെ ലഗാവോഗി മുझे, നൻഹെ ഉല്ലുനെ പൂച്ച, നിങ്ങൾ എത്ര തവണ എന്നെ ആലിംഗനം ചെയ്തിട്ടുണ്ട്? കുഞ്ഞുമൂങ്ങ ചോദിച്ചു. ബഹുത്ത് ബാർ, വളരെ തവണ. അമ്മാനെ ഫിർ ഉസെ ഗലെ മേ ലഗാ ലിയ, ഒത്തിരി തവണ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ വീണ്ടും അവനെ ആലിംഗനം ചെയ്തു. കിത്തനി ബാർ, നൻഹെ ഉല്ലൂനെ ഊങ്ങുത്തെ ഹുയെ പൂച്ച, എത്ര തവണ? കുഞ്ഞുമൂങ്ങ ഉറക്കം തൂങ്ങിക്കൊണ്ട് ചോദിച്ചു. ഊങ്ങുന, ഉറക്കം തൂങ്ങുക. जितनी लहरें हैं समुद्र में, जितने तारे हैं आसमान में, उतनी बार. സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ടോ ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടോ അത്രയും തവണ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി പാഠഭാഗത്തു നിന്ന് വരുന്ന ടെസ്റ്റ് വർക്കും ക്വസ്റ്റ്യൻ ആൻസറും അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.